നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം, ദീർഘായുർയോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ശശമഹായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണമുണ്ട്. 5ാം ഭാവത്തിൽ ആദിത്യനും ബുധനും ശുക്രനും കൂടിയാണ് നിൽക്കുന്ന രാഹുവിനോട് യോഗം ചെയ്തിട്ട്. ലഗ്നാൽ 5ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതി ഉച്ചബലവാനായി നിൽക്കുന്നതുകൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്വന്തം നൈപുണ്യം പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. കർമാധിപതി 5ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ അഭിവൃദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ലഗ്നാധിപതി അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ലഗ്നാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം സ്വയം ചെയ്യുന്ന നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചില സമയത്ത് ദോഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപതി അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും 12ാം ഭാവത്തിൽ ലഗ്നാധിപതിയുടെ 12ാം ഭാവത്തിൽ വ്യാഴം ഉള്ളത് കാരണം കൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. അപ്പോൾ അത് കാരണം കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ്. ജലജല ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ലഗ്നത്തിൻ്റെ 5ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതിയും കർമാധിപതിയും നിൽക്കുന്നത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരിക, യാത്ര കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ, അഭിവൃദ്ധി ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ വീട്, തറവാട് സ്വത്ത് അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വീട് വിട്ട് നിൽക്കാനും യോഗമുള്ള സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ലാഭസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് കേതു പൂജ ചെയ്യുന്നത് നല്ലതാണ്. മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരമായിട്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർക്ക് വിനോദസഞ്ചാരം പോലെയുള്ള കാര്യങ്ങൾ, പുണ്യക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നതാണ് ഒരു സമയമാണ്. അതുപോലെ തന്നെ തറവാട് സ്വത്ത് കൈവശം വരാനും യോഗമുണ്ട്. എന്നാലും ലഗ്നാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം സ്വയം നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.